പുതുവർഷം ആഘോഷിക്കാൻ കോവളത്തെത്തിയത് ആയിരക്കണക്കിന് വിദേശികളായ വിനോദസഞ്ചാരികളാണ്. സീസൺ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മടങ്ങിപ്പോക്കിൻ്റെ മുന്നൊരുക്കത്തിലുമാണ് ഈ വിനോദസഞ്ചാരികൾ. കോവളവും ഹൗവ ബീച്ചും ഓരോ വർഷവും ഇവരെ പിന്നെയും ഈ മനോഹര തീരത്തേക്ക് കൊണ്ടുവരുന്നു. പുതുവർഷ രാത്രി തകർത്താഘോഷിക്കുന്ന സഞ്ചാരികൾക്കിടയിലൂടെ കാഴ്ചകൾ പകർത്തി നടക്കുമ്പോഴാണ് ബീച്ചിലെ സീഷോർ റെസ്റ്റോറൻറ്റിൽ വെച്ച ഇവരെ കണ്ടത്. എല്ലാം മറന്നുള്ള പുതുവർഷാഘോഷ ലഹരിയിൽ ആടിപ്പാടുകയാണ് ഇറ്റലിയിൽ നിന്നുള്ള പമേലയും ഫ്രാൻസിസ്കയും റാബിയോയുമെല്ലാം. ആ കാഴ്ചകളിലേക്ക്. Michelle, how are you? Fine, thank you. Nice to meet you. I'm Pamela. So, people coming to know that how is the beach and all. It's amazing. How's the food? You have food here? Not yet, but we have had food in other parts of Kerala, Okay. and it's amazing, really. You really Very like good. And we are from Italy, Okay. so our food is great, but yours the same. Yeah, okay. So, tell me about the place, you like it or not, how is the India, how is the Kerala actually? The Kerala was amazing. We had a boat tour, two boat tours, then we visited other places. Okay. Full of story, full of beautiful, everything is nice. So, are you enjoying the New Year? Yes. New Year Eve, you are happy. Say something about Kovalam. Oh, Kerala, about Yeah, Kerala. Kerala, about It's wonderful. I'm really happy to stay here. It's one of my best New Year of all my life. It's really incredible. This beach is fantastic. Bye. Happy New Year. You enjoy the New Year evening? Yeah. It's wonderful. I'm really happy about You it. like our restaurant? Yeah. I like it. Happy New Year to everybody. Bye. Allora, Kerala is a fantastic place. I'm here for a holiday, and I'm here. Everything is fantastic, and Indians are fantastic. And you like this place? I like this place very much. You're happy here? I'm very happy. Yes. So we wish that you are coming back again. I certainly coming back again because I love this place. So you are also from Italy? I'm also from Italy. Yes. My name is Francesca. My name is Francesca. Okay, I'm Vishal. Okay. Working Pleased here to as a meet you. cook. Nice to meet you. Marta Molteni, vengo dall'Italia 76 anni. La prima volta che vengo in India e che faccio un viaggio con avventure nel mondo. Mi piace? Tanto. Bravo mamma! ഇപ്പോൾ 2023 കടന്നു പോവുകയാണ്. 2024 പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കോവളത്തിൽ? കോവളത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ
എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഗസ്റ്റിൻ്റെ വളരെ അതെന്തുകൊണ്ടാണ് അങ്ങനെ? കോവളം എന്ന് പറയുമ്പോൾ സഞ്ചാരികളുടെ ഒരു പറദീസ തന്നെയാണല്ലോ. പക്ഷേ അത് അന്ന് പണ്ട് കോവളം മാത്രമേ ഉള്ളായിരുന്നല്ലോ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതായിരിക്കാൻ കാരണം ഇപ്പം ഇവിടെ തന്നെ വർക്കലയുണ്ട്, പൂവാറുണ്ട്, പിന്നെ സമുദ്ര ബീച്ചുണ്ട്. അതുകൊണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു. കൂടുതലും ഫോറിനേഴ്സ് തന്നെയാണ്. ഇപ്പം ഗസ്റ്റുകൾ ഫോറിനേഴ്സ് കുറവാണ്, വളരെ കുറവാണ്. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഫോറിനേഴ്സ്. ഇച്ചിവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ ഇവിടെ ഈ ശുചിമുറി ഇതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് ഇല്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലുതായിട്ടില്ല, അതാണ് പറയാം. ഇവിടെ ശുചിമുറികളൊക്കെ വേണം. അതുപോലെ നിങ്ങളുടെ ഈ ഫിഷൊക്കെ കണ്ടായിരുന്നു പുറത്ത് വന്നപ്പോൾ, എന്തൊക്കെ ഇവിടെ മെയിൻ ഡിഷായിട്ടൊക്കെ ഉള്ളത്? ഇവിടെ നമ്മുടെ മെയിൻ ഡിഷിൻ്റെ സീ ഫുഡാണ് മെയിൻ. നമ്മൾ മെയിൻ സീ ഫുഡാണ്. അത് നമ്മൾ തമിഴ്നാട് മീനൊന്നും എടുക്കാറില്ല. നമ്മുടെ ഇവിടെ കടപ്പുറങ്ങളിൽ നിന്നുള്ള ഫ്രഷ് മീൻ, പിന്നെ ലൈവ് ലോബ്സ്റ്റർ ഉണ്ട്, പിന്നെ ഫ്രോൺസിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. എല്ലാം നമ്മുടെ നല്ല ഷെഫുകളാണ്, എക്സ്പീരിയൻസ് ഉള്ള ഷെഫുകളാണ്. എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ് നമ്മുടെ ഫുഡ്. പൊതുവെ എങ്ങനെയാണ് ടൂറിസ്റ്റിൻ്റെ ഇപ്പോഴുള്ളൊരു സീസൺ വളരെ ഡൗണാണ്, ഗസ്റ്റുകൾ വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഗസ്റ്റുകളുടെ കുറവാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻസും മലയാളിയും കൊണ്ടാണ് ഇപ്പോൾ കോവളം പൊതുവെ ഓടുന്നത്. സീസൺ കഴിയുമ്പോൾ ഇതിനേക്കാളും പരിതാപകരമാവും. വളരെ അതാണ്. അവിടെ ഒരു 2 മാസത്തെ കച്ചവടമേ ഉള്ളൂ കോവളത്ത് പൊതുവെ ഉള്ളത്. ഫോറിനേഴ്സിനെ കൊണ്ടുവരാനുള്ള, ഫോറിനേഴ്സ് കൂടുതലായിട്ട് കോവളത്തേക്ക് വരാനുള്ള എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ എന്തും നല്ല രീതിയിൽ ചെയ്താൽ കോവളം പോലെ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസിൽ ഇതുപോലെ ഫോറിനേഴ്സ് ഇല്ലാത്ത ഒരു വളരെ പരിതാപകരമായുള്ള ഒരു സീസണാണ് 2021.